Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod. And guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ കുറച്ച് ബെസ്റ്റ് ലാപ്ടോപ്സിൻ്റെ സജഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ തുടങ്ങാം. സോ ബിഫോർ വി സ്റ്റാർട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏത് ലാപ്ടോപ്പ് ആകട്ടെ, ഏത് ബഡ്ജറ്റ് ആകട്ടെ, എന്ത് യൂസ് ആകട്ടെ, കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് 2021 ആണ്. സോ അതുകൊണ്ട് തന്നെ SSDക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു SSD ഉണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കും, അത്രയും നല്ല പെർഫോമൻസ് ആയിരിക്കും. സോ എന്ത് യൂസിനായാലും ഏത് ബഡ്ജറ്റിലുള്ള ലാപ്ടോപ്പ് ആയാലും മാക്സിമം SSD ഉള്ള ലാപ്ടോപ്സ് വാങ്ങാൻ ട്രൈ ചെയ്യണം. നോർമൽ ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാപ്ടോപ്സിൽ വരുന്ന ഹാർഡ് ഡ്രൈവ്സ് കുറച്ചുകൂടി സ്ലോ ആണ്. കാരണം ഡെസ്ക്ടോപ്പിൽ വരുന്നത് 7200 RPM ഉള്ളതാണ്, ലാപ്ടോപ്സിൽ വരുന്നത് 5400 മാത്രമേ ഉള്ളൂ. സോ നോർമൽ ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡ്രൈവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാപ്ടോപ്സിൽ വരുന്നത് ഒത്തിരി സ്ലോ ആണ്. സോ ഒബ്വിയസ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ലാപ്ടോപ്പ് എടുത്താലും മെയിൻ സ്റ്റോറേജിന് SSD അതിലുണ്ടാകണം. അതിപ്പം 256 GB ആയാലും കുഴപ്പമില്ല, 512 GB ആയാലും കുഴപ്പമില്ല, ഓർ കോമ്പിനേഷൻ ആയാലും അത്രയും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇൻ കേസ് കുറച്ചുകൂടെ സ്റ്റോറേജ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഉള്ളത് നോക്കാം. 256 GB SSDയും 1 TB നോർമൽ ഹാർഡ് ഡിസ്ക് അതുപോലത്തെ. ഞാൻ മോസ്റ്റ്ലി ഇന്നത്തെ ലിസ്റ്റിൽ കൂടുതലും SSD ഉള്ള ലാപ്ടോപ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. 1-2 മാത്രം പ്രൈസ് കുറവായതുകൊണ്ട് ഹാർഡ് ഡിസ്കിന്റെ വേരിയൻസ് ആണ് എടുത്തത്. അതിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉള്ളതാണ് എടുത്തേക്കുന്നത്. സോ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് മിനിമം ഒരു 8 GB റാം റിക്കമെൻഡഡ് ആണ്. അതിപ്പം 30,000 അണ്ടർ 30,000 റുപ്പീസിനുള്ള നോർമൽ ബേസിക് ലാപ്ടോപ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, 4 GB റാം ആണ് മോസ്റ്റ്ലി വരുന്നത്. 30,000 മേലെയുള്ള ലാപ്ടോപ്സ് നോക്കുവാണെങ്കിൽ മിനിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 8 GB റാം ഉള്ള മോഡൽസ് തന്നെ നോക്കണം. ബിക്കോസ് ഒരു 8 GB ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ്, ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ഓവറോൾ യൂസേജിലും നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. അതിനിപ്പം കുറച്ച് നിങ്ങൾക്ക് ഒരു 2-3,000 എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നാലും അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സേഴ്സിന്റെ മോഡൽസ് ആണ്. ബിക്കോസ് സ്പെഷ്യലി അത് ഇന്റലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്പെഷ്യലി ഇന്റലിന്റെ ലേറ്റസ്റ്റ് പ്രോസസ്സേഴ്സ് 10th ജനറേഷൻ പ്രോസസ്സേഴ്സ് നോക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് 11th ജനറേഷൻ ലാപ്ടോപ്സ് വന്നിട്ടുണ്ട്, പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. 10th ജനറേഷൻ ആണ് നമ്മൾ ഈ വീഡിയോ മോസ്റ്റ്ലി കവർ ചെയ്യുന്നത്. 10th റൈസന്റെ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങോട്ട് അടുത്ത വർഷം നമുക്ക് നോക്കാം. സോ ഇപ്പം പ്രൈസസ് 11th ജെന്റെ കൂടുതലാണ്. സോ 10th ജനറേഷന്റെ നിങ്ങൾ നോക്കുമ്പോൾ പ്രോസസ്സറിന്റെ മോഡൽ ഏതാണെന്ന് ക്ലിയർലി നോക്കണം. കാരണം നോർമൽ i3 അല്ലെങ്കിൽ i5 മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പലർക്കും ഇത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം i5 എന്ന് കാണുമ്പോൾ തന്നെ നല്ല മീഡിയം ലെവൽ 6 കോർസ് ഉള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും എന്നാണ് നോർമലി വിചാരിക്കുന്നത്. കാരണം ഡെസ്ക്ടോപ്പ് വേരിയൻസിൽ വരുന്നത് i5 എല്ലാം 6 കോർസ് ആണ്. i5 10400 അല്ലെങ്കിൽ 10500 or 10600 ഒക്കെ നോക്കുവാണെങ്കിൽ 6 കോർ പ്രോസസ്സേഴ്സ് ആണ്. സോ അതേ ഇതിൽ തന്നെ i5 എന്ന് കാണുമ്പോൾ തന്നെ i5 10th ജനറേഷൻ ലേറ്റസ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ പലർക്കും ഈ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ലാപ്ടോപ്സ് ആക്ച്വലി സ്ലോ ആയിരിക്കും. കാരണം ഇതെല്ലാം ക്വാഡ് കോർ പ്രോസസ്സേഴ്സ് ആയിരിക്കും, ചിലതൊക്കെ ഡ്യുവൽ കോർ പ്രോസസ്സേഴ്സും ഉണ്ട്. അത് മോഡൽ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണം. i3 ആയാലും i5 ആയാലും, ബിക്കോസ് ലാപ്ടോപ്പ് പ്രോസസ്സേഴ്സും ഡെസ്ക്ടോപ്പ് പ്രോസസ്സേഴ്സും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മോഡൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അതിൽ എത്ര കോഴ്സ് ഉണ്ടെന്നും ശ്രദ്ധിക്കണം. ഇൻ കേസ് എത്ര കോഴ്സ് ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ മോഡൽ നമ്പർ വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. സോ ഇത് 3 ബേസിക് കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് ലാപ്ടോപ്പ് ആയാലും, എന്ത് പേർപ്പസ് ആയാലും, എന്ത് ബഡ്ജറ്റ് ആയാലും, എന്ത് കാറ്റഗറി ആയാലും ഈ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കണം. സോ 2021 ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ലാപ്ടോപ്സിന്റെ റെക്കമെൻഡേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് ലെവലിലാണ് തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ഒരു 25,000 ആ റേഞ്ചിനാണ്. മിനിമം ഒരു 25 ആണ് ഏത് ബേസിക് യൂസിലായാലും. ഇപ്പം കുറച്ച് പ്രൈസസ് കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് മിനിമം 25,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ 25,000-26,000 വരുന്നത് ഇടയ്ക്ക് എപ്പോഴും ഡീൽസും കാര്യങ്ങളും ഓഫേഴ്സും സെയിലും കാര്യങ്ങളും വരുമ്പം ആമസോൺ ആകട്ടെ ഫ്ലിപ്കാർട്ടിലൊക്കെ 22-23 റേഞ്ചിലൊക്കെ വരുന്ന ലാപ്ടോപ്സ് ആണ്. സോ പ്രൈസിങ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോഴത്തെ പ്രൈസിങ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇന്നത്തെ പ്രൈസിംഗ് ആണ് ഇതെല്ലാം. മേ ബി നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിൽ എപ്പോഴേലും വീഡിയോ കാണുമ്പോൾ പ്രൈസ് വേറെ ആയിരിക്കും, സ്റ്റോക്സിന്റെ അവൈലബിലിറ്റി എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. സോ എന്തായാലും പ്രൈസും അവൈലബിലിറ്റിയും കാര്യങ്ങളെല്ലാം സബ്ജക്റ്റീവ് ആണ്. സോ ഇന്നത്തെ റേറ്റിൽ 26,990 റുപ്പീസ് പ്രൈസ് ടാഗ് ഉള്ള അസ്യൂസിന്റെ വിവോബുക്ക് 14 ആണ് ഫസ്റ്റ് ലാപ്ടോപ്പ്. എല്ലാ ലാപ്ടോപ്സിന്റെ ഓൺലൈനുള്ള മോഡൽ നമ്പേഴ്സും അതിന്റെ ബേസിക് സ്പെക്സ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനലിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന ലിങ്ക്സ് വെച്ച് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ, ചിലതൊക്കെ ആമസോൺ അഫിലിയേറ്റ് ലിങ്ക്സ് ആണ്. സോ ആ ലിങ്ക്സ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ചെറിയ കമ്മീഷൻ എനിക്ക് കിട്ടുന്നതായിരിക്കും. എന്നാലും ചെറിയൊരു സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾ ആ ലിങ്ക്സ് യൂസ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ. സോ അസ്യൂസ് വിവോബുക്ക് 14 നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ 14 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. AMD Athlon Silver 3050U പ്രോസസ്സറാണ്. 2.3 GHz തൊട്ട് 3.2 GHz വരെ ബൂസ്റ്റ് ഉള്ളതാണ്. അണ്ടർ 30,000 റുപ്പീസ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. മെമ്മറി ഇതിൽ വരുന്നത് 4 GB റാം ആണ്. നമുക്ക് 12 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. 1 TB നോർമൽ ഹാർഡ് ഡിസ്ക് ആണ് ഇതിലുള്ളത്. പക്ഷേ ഒരു SSD സ്ലോട്ട് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3,000 രൂപ ആയിട്ട് എക്സ്ട്രാ ഒരു ഫ്യൂച്ചറിൽ SSD ആഡ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് AMDയുടെ ഇൻബിൽറ്റ് Vega 2 ആണ് ഇതിൽ വരുന്നത്. ആൻഡ് പോർട്സ് നോക്കുവാണെങ്കിലും ഇഷ്ടംപോലെ ആവശ്യമുള്ള പോർട്സും ഫീച്ചേഴ്സും കണക്ടിവിറ്റി ഓപ്ഷൻസ് എല്ലാം തന്നെ
ഇതിൽ അവൈലബിൾ ആണ്. ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. വിൻഡോസ് 10 ഹോം എഡിഷൻ ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ളതാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഓൾസോ MS ഓഫീസ് ഹോം ആൻഡ് സ്റ്റുഡന്റ് 2019 എഡിഷനും ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിലും ഇതേ കാറ്റഗറിയിൽ വരുന്ന വേറെ ലാപ്ടോപ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം ഇതിൽ മെയിൻ കോർണേഴ്സും എഡ്ജസിലും കീബോർഡ് ഏരിയയിലൊക്കെ മെറ്റൽ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചുകൂടെ റിജിഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും. 26,990 റുപ്പീസിന് ബേസിക് യൂസിന് ഇത് ലാപ്ടോപ്പ് പെർഫെക്റ്റ് ആയിരിക്കും. സ്റ്റുഡന്റ് യൂസിന്, ഓൺലൈൻ ക്ലാസ്സസിന്, ടീച്ചേഴ്സിനൊക്കെ ബേസിക് യൂസ് ആണ് ഞാൻ പറയുന്നത്. വേർഡ്, എക്സൽ, ടൈപ്പിംഗ്, PDF നോക്കാനും പ്രസന്റേഷൻസിന് വേണ്ടി അത്യാവശ്യം കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഓൺലൈൻ ക്ലാസ്സും സൂം മീറ്റിംഗ്സും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പ് അവീറ്റ ബ്രാൻഡിന്റെയാണ്. അവീറ്റ പ്യൂറ മോഡൽ ഉണ്ട്, അതേപോലെ അവീറ്റയുടെ തന്നെ ലിബ്ര മോഡൽ, 2 മോഡൽസ് അവൈലബിൾ ആണ്. സോ ഇതിൽ ബേസിക് മോഡലാണ് അവീറ്റ പ്യൂറ എന്ന് പറയുന്നത്. സോ ഇത് പ്രൈസ് അനുസരിച്ച് 2-3 ഡിഫറെന്റ് മോഡൽസ് അവൈലബിൾ ആണ്. 24,000 മുതലാണ് സ്റ്റാർട്ട് ആകുന്നത്. ഫ്ലിപ്കാർട്ടിൽ വേറെ റേറ്റ് ആണ്, ആമസോണിൽ വേറെ റേറ്റ് ആണ്. സോ നിങ്ങൾ ഏതാണോ ലിങ്ക്സ് ഞാൻ രണ്ടിനെ ഇട്ടേക്കാം, എവിടെയാണോ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നത് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. സോ അവീറ്റ ലാപ്ടോപ്സിന്റെ റിവ്യൂ നോക്കുവാണെങ്കിലും പലരും അധികം റിക്കമെൻഡ് ചെയ്യാത്തൊരു ലാപ്ടോപ്പാണ്. പ്രത്യേകിച്ച് ഇതിപ്പം ഞാൻ പറയുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് കാറ്റഗറിയിൽ ഏറ്റവും നല്ല ലാപ്ടോപ്പാണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ ചീപ്പാണ്, പക്ഷേ ഫീച്ചേഴ്സ് ആൻഡ് സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ആണ്. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലാപ്ടോപ്സ് ആണ് അവീറ്റ ബ്രാൻഡ് ഇറക്കുന്നത്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വേറൊരു റീസൺ കൂടെ ഉണ്ട്. 2-3 മാസം മുമ്പേ വൈഫിൻ്റെ ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തതാണ്. സ്പെഷ്യലി റിവ്യൂ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2-3 മാസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സോ ആ വീഡിയോ എന്തായാലും ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. പക്ഷേ ട്രസ്റ്റ് മീ, നല്ല ലാപ്ടോപ്പാണ്. ബിൽഡ് ക്വാളിറ്റി മാത്രം കുറച്ച് ആവറേജ് ചീപ്പാണ്, പക്ഷേ സ്പെക്സ് വൈസ് ആൻഡ് പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഈ പ്രൈസിൽ വേറെ ലാപ്ടോപ്സിൽ ഈ സ്പെക്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ അവീറ്റ പ്യൂറുടെ സ്പെക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് 14 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. പ്രോസസർ 2-3 വേരിയൻസ് ഉണ്ട്. Ryzen 3 3200U ബേസ്ഡ് ഉണ്ട്, ഇന്റൽ പ്രോസസേഴ്സിന്റെ ഉണ്ട്. റാം വരുന്നത് 8GB ആണ്, പക്ഷേ ഇത് ഫിക്സ്ഡ് ആണ്. റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോറേജ് ഇതിൽ വരുന്നത് 256GB NVMe SSD ആണ്, സാധാരണ SSD അല്ല, NVMe ഹൈ സ്പീഡ് SSD ആണ്. ആൻഡ് ട്രസ്റ്റ് മീ, സ്പീഡ് നല്ല സ്പീഡ് തന്നെയാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഗ്രാഫിക്സ് Vega 3 ആണ്. പോർട്സ് സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാ പോർട്സും, വേണ്ട പോർട്സ് എല്ലാം അവൈലബിൾ ആണ്. വൈഫൈ, ബ്ലൂടൂത്ത്, HD വെബ്കാം എല്ലാം തന്നെ ഉണ്ട്. സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈൻ ആണ്. 1.3 കിലോസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ വെയിറ്റ്. സോ നോർമൽ ബേസിക് യൂസിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഡെയിലി ക്യാരി ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് ആണ്. ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. വിൻഡോസ് 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. വിൻഡോസ് 10 ഹോം എഡിഷൻ S മോഡാണ് ഇതിലുള്ളത്. S എന്ന് പറയുന്നത് സെക്യൂർ മോഡാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ 18+6 മന്ത്സിന്റെ ഓൺ സൈറ്റ് വാറന്റി കിട്ടുന്നുണ്ട്. സോ ഇത് ഞാൻ അവീറ്റ കമ്പനിക്ക് ഇമെയിൽ ചെയ്ത് കൺഫേം ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ ആമസോൺ നോക്കുവാണെങ്കിൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് 18+6 മന്ത്സിന്റെ ഓൺ സൈറ്റ് വാറന്റി. ഓൺ സൈറ്റ് വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവീറ്റയുടെ ടെക്നീഷ്യൻ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ വന്ന് ചെക്ക് ചെയ്ത് അതെല്ലാം ഇഷ്യൂ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ അതൊരു ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് ആണ്. ഇതിന്റെ സിമിലർ 4GB റാം ഉള്ള വേർഷൻ നോക്കുവാണെങ്കിലും 23,000 റുപ്പീസിന് അവൈലബിൾ ആണ്. കുറച്ചുകൂടി നല്ലൊരു മോഡൽ ക്വാഡ് കോർ പ്രോസസർ ഉള്ള മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ Ryzen 5 3500U പ്രോസസർ ഉള്ളതും ഉണ്ട്. സോ ഇത് ഐ തിങ്ക് 30,000 ആ റേഞ്ച് ആണ് വരുന്നത്. സെക്യൂർ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു വിൻഡോസ് ആയിരിക്കും. സോ നമുക്ക് എക്സ്റ്റേണലി പ്രോഗ്രാംസോ ആപ്സോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമൽ മോഡിലോട്ട് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തായാലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോ ഫ്യൂച്ചർ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ അപ്രോക്സിമേറ്റ്ലി സ്റ്റാർട്ടിംഗ് 22,000 to 30,000 റേഞ്ചിൽ അവീറ്റ പ്യൂറ ലാപ്ടോപ്സിന്റെ 2-3 ഡിഫറെന്റ് മോഡൽസ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ബജറ്റ് വൈസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിന്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ട്. ഈ 28ന്റെ ഞാൻ ഇടയ്ക്ക് 23,000 ഒക്കെ കണ്ടിട്ടുണ്ട്. സോ ഓഫേഴ്സും ഡീൽസും വരുന്ന ടൈമിൽ വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും പേഴ്സണലി റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാനും കൊള്ളാത്തൊരു ലാപ്ടോപ്പ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ യൂസ് ചെയ്ത് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ബിൽഡ് ക്വാളിറ്റി മാത്രമേ കുറവുള്ളൂ, ബാക്കി പെർഫോമൻസും സ്പെക്സും പ്രൈസ് വൈസ് നോക്കുമ്പോൾ നല്ല ലാപ്ടോപ്പാണ് അവീറ്റയുടെ. സോ നിങ്ങൾ റഫ് യൂസ് ഒന്നും ചെയ്യാതെ സ്മൂത്ത് യൂസിന് വേണ്ടി, നോർമൽ യൂസിന് വേണ്ടി ഒരു നല്ല ലാപ്ടോപ്പ് നോക്കുന്നത്, സ്ലിം ആയിട്ടുള്ള സ്ലീക്ക് ആൻഡ് ലൈറ്റ് വെയിറ്റ് ഉള്ള ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ അവീറ്റ പ്യൂറ നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 30,000 മേലോട്ടുള്ള ലാപ്ടോപ്സ് നോക്കാം. 30,000 to 40,000 റേഞ്ചിൽ വരുന്ന ബേസിക് ലാപ്ടോപ്സ്. സോ ഇത് സ്കൂൾ ആൻഡ് ഓഫീസ് യൂസിനും ബേസിക് ബിസിനസ് പർപ്പസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതായിരിക്കും. ബേസിക് പ്രോഗ്രാമിംഗ്, കോഡിംഗ്, ഇതുപോലത്തെ ബേസിക് യൂസിനുള്ള ലാപ്ടോപ്സ് ആണ് ഇതെല്ലാം. സോ ഇതിൽ ഫസ്റ്റ് ഉള്ളത് ഡെല്ലിന്റെ ഇൻസ്പിറോൺ 3505 മോഡലാണ്. 34,790 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. മോഡൽ നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ വരുന്നത് 15.6 ഇഞ്ചിന്റെ ഫുൾ HD ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ഉള്ളതാണ്. പ്രോസസർ ഇതിൽ വരുന്നത് Ryzen 3 ഡ്യുവൽ കോർ പ്രോസസർ ആണ്. 3240U വിത്ത് ഹൈപ്പർ ത്രെഡിംഗ് ഉള്ളതാണ്. 2.6 GHz
GHz തൊട്ട് 3.5 GHz വരെ ബൂസ്റ്റ് കിട്ടുന്ന ഒരു പ്രോസസ്സറാണ്. സോ നല്ലൊരു ഫ്രീക്വൻസി തന്നെയാണ് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ലാപ്ടോപ്പിന്. RAM 8GB ആണ്, ഡ്യുവൽ സ്ലോട്ട് ആണ്. സോ 16GB വരെ നമുക്ക് എക്സ്റ്റേണലി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ റേഡിയോന്റെ വെഗ ഗ്രാഫിക്സ് ആണ്, വിൻഡോസ് 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കി പോർട്സും സെലക്ഷൻസും എല്ലാം തന്നെ കോമൺ ആണ്. 4 to 5 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ സിമിലർ വേറൊരു മോഡലും കൂടെ അവൈലബിൾ ആണ്, ക്വാഡ് കോർ മോഡൽ, Ryzen 5 3500U പ്രോസസറും 512GB SSD ഉള്ളത്. 45,000 ആണ് അപ്രോക്സിമേറ്റ് പ്രൈസ്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് 35,000 rupees ആണെങ്കിൽ 3250U ബേസ്ഡ് ഉള്ളത് എടുക്കാം. കുറച്ചുകൂടി ഒരു 10,000 rupees എക്സ്ട്രാ ഇടാൻ പറ്റുമെങ്കിൽ 3500U ബേസ്ഡ് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഡെൽ ഇൻസ്പ്രോന്റെ തന്നെ 35,000 റേഞ്ചിൽ 1TB ഹാർഡ് ഡിസ്ക് ഉള്ള 4GB RAM ഉള്ള മോഡൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ അത് വാങ്ങല്. 8GB റാമും 256GB സ്റ്റോറേജ് ഉള്ള ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വാങ്ങണം. സോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആകല്. പ്രൈസ് ഓൾമോസ്റ്റ് രണ്ടും സിമിലർ ആയിട്ടാണ് വരുന്നത്. 8GB RAM പ്ലസ് 256GB NVMe SSD ഉള്ളത് തന്നെ ചൂസ് ചെയ്യണം. നെക്സ്റ്റ് ലാപ്ടോപ്പ് 36,999 റുപ്പീസിന്റെ മീ നോട്ട്ബുക്ക് 14 ആണ്. ഇത് പുതിയ വേരിയന്റ് ആണ്, പഴയതല്ല. പഴയതിൽ വെബ് ക്യാം സെപ്പറേറ്റ് ആയിട്ടാണ്, പക്ഷേ ഇതിൽ ഇന്റഗ്രേറ്റഡ് വെബ് ക്യാം ഉള്ള പുതിയ റിഫൈൻഡ് മോഡലാണ്. സോ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 14 ഇഞ്ചിന്റെ ഫുൾ HD ആന്റി ക്ലിയർ ഡിസ്പ്ലേ ആണ്. മീ നോട്ട്ബുക്ക് 14 ഈ പ്രൈസ് കാറ്റഗറിയിൽ മെറ്റൽ ബോഡി ഉള്ള ഐ തിങ്ക് ഇതേ ഒരു ലാപ്ടോപ്പ് ഉള്ളതെന്ന് തോന്നുന്നു. പ്രോസസർ ഇന്റലിന്റെ i3-10110U ആണ്. ഇതൊരു ഡ്യുവൽ കോർ പ്രോസസർ ആണ്, പക്ഷേ ഹൈപ്പർ ത്രെഡിംഗ് സപ്പോർട്ട് ഉള്ള ഒരു പ്രോസസർ ആണ്. 8GB RAM ആണുള്ളത്. സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ 256GB SATA ബേസ്ഡ് SSD ആണ്. ഗ്രാഫിക്സ് ഇന്റലിന്റെ UHD ആണ് ഇതിൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, കൺവീനിയന്റ് ടു യൂസ് ആണ്, നല്ല സൈസ് ആണ്. പ്രൊപ്പോർഷൻ വെയിറ്റ് ആൻഡ് സൈസിന്റെ പ്രൊപ്പോർഷൻസ് നോക്കുവാണെങ്കിൽ ഈസിലി ക്യാരി ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ലാപ്ടോപ്പ് ആണ്. ഇതിലും വിൻഡോസ് 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ തന്നെ 1-2 മോഡൽസ് അവൈലബിൾ ആണ്. പുതിയ മോഡൽസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 rupees എക്സ്ട്രാ ഉണ്ടെങ്കിൽ സെയിം മോഡൽ നമ്പർ തന്നെ ക്വാഡ് കോർ മോഡൽ അവൈലബിൾ ആണ്. ഇന്റലിന്റെ i5-10210U പ്രോസസറും 512GB SSDയും യൂസ് ചെയ്യുന്നത്. 46,000 ആണ് അപ്രോക്സിമേറ്റ് റേറ്റ്. സോ 512GB ആവശ്യമില്ല, നിങ്ങൾ എക്സ്റ്റേണലി ഒരു 1TB ഹാർഡ് ഡിസ്ക് വേറെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ പഴയ വേരിയന്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 40,000 rupees അവൈലബിൾ ആണ്. ഇന്റൽ i5 തന്നെ ക്വാഡ് കോർ പ്രോസസർ. എന്തായാലും മൂന്നിന്റെ ലിങ്ക്സും ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കുറച്ച് മേലോട്ട് പോവാണ്. 40,000 റേഞ്ചിൽ വരുന്ന കുറച്ച് നല്ല ലാപ്ടോപ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ASUSന്റെ VivoBook 14 ആണ്. ഡിസ്പ്ലേ വരുന്നത് 14 ഇഞ്ചിന്റെ ഫുൾ HD ബാക്ക്ലിറ്റ് ആന്റി ഗ്ലെയർ അൾട്രാ സ്ലിം ബെസൽ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. പ്രോസസർ ഇതിൽ Ryzen 5 ആണ് ഉള്ളത്. Ryzen 5 3500U ക്വാഡ് കോർ പ്രോസസർ ആണ്. 2.1 to 3.1 GHz വരെ ബൂസ്റ്റ് ഉള്ളത്. 8GB DDR4 RAM ആണ്. നമുക്ക് 12GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 512GB NVMe SSD സ്റ്റോറേജ് ആണ്. പ്ലസ് ഒരു 2.5 ഇഞ്ചിന്റെ ഡ്രൈവ് സ്പേസും ഫ്രീ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ AMD Vega 8 ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ലൈറ്റ് ഗെയിമിങ്ങിനൊക്കെ Vega 8 നല്ലതാണ്. സോ ഇൻ കേസ് ഒരു ബേസിക് കോളേജ് പർപ്പസ് യൂസ് അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് ലൈറ്റ് ഗെയിമിംഗ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓട്ടോകാഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസൈനിങ്, ലൈറ്റ് ഡിസൈനിങ്, ഫോട്ടോഷോപ്പ്, ലൈറ്റ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ഇത്ര ഹെവി ഒന്നുമല്ല, നോർമൽ 1080p വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ 6 hours ബാറ്ററി ബാക്കപ്പ് ആണ് പറയുന്നത്. ഇതിലും ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. വിൻഡോസ് 10 ഹോം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. സോ 42,990 ആണ് ഇതിന്റെ പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ്. പർച്ചേസ് ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. നെക്സ്റ്റ് നമുക്ക് എന്തായാലും കുറച്ച് ഹയർ കാറ്റഗറിയിലോട്ട് പോകാം. പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗെയിമിംഗിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ലാപ്ടോപ്സ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് HP പവിലിയൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. 49,990 ആണ് ഇതിന്റെ പ്രൈസ്. ഗെയിമിങ്ങിനും പ്രൊഡക്ടിവിറ്റി, എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾക്ക് വേണ്ടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്പ് ആണ്. ഇതിൽ നോർമൽ ഹാർഡ് ഡ്രൈവ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, SSD അല്ല. കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു SSD ആഡ് ചെയ്യണം. ഇതിന്റെ SSD ഉള്ള മോഡൽ നോക്കിയപ്പം പ്രൈസ് കുറച്ച് കൂടുതലാണ്. 56,000 or 57,000 എന്തോ ആണ് വരുന്നത്. സോ ഒരു 250GB NVMe SSD നോക്കി കഴിഞ്ഞാൽ 3000 ആ റേഞ്ചേ വരത്തുള്ളൂ. സോ എന്തായാലും ഇത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 1TB ഹാർഡ് ഡ്രൈവ് ഉള്ളത്. സോ ഡിസ്പ്ലേ 15.6 ഇഞ്ചിന്റെ ഫുൾ HD IPS 60 Hz പാനലാണ്. പ്രോസസർ ഇതിൽ വരുന്നത് Ryzen 5 3550H മോഡലാണ്. ഇതൊരു ക്വാഡ് കോർ പ്രോസസർ ആണ്. 4 കോഴ്സും 8 ത്രെഡ്സും ആണുള്ളത്. 2.1 തൊട്ട് 3.7 GHz വരെയാണ് ബൂസ്റ്റ് കിട്ടുന്നത്. 8GB RAM ആണ്. 2400 MHz 16GB വരെ എക്സ്പാൻഡ് ചെയ്യാം. 1TB നോർമൽ ഹാർഡ് ഡ്രൈവ് ആണ്. എക്സ്ട്രാ SSD സ്ലോട്ട് അവൈലബിൾ ആണ്. സോ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ വരുന്നത് 4GB ഡെഡിക്കേറ്റഡ് NVIDIA GTX 1650 ഗ്രാഫിക്സ് കാർഡാണ്. സോ ഈ കോമ്പിനേഷൻ അത്യാവശ്യം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗെയിംസ് ഒരു മീഡിയം സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും ഈസി ആയിട്ട്. 60 Hz മോണിറ്റർ ആയതുകൊണ്ട് തന്നെ 40 to 50 ആ ഒരു FPS റേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ സെയിം Ryzen 4000 സീരീസ് ലാപ്ടോപ്പിന്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് ഫുൾ ഡീറ്റെയിൽഡ് ഒരു റിവ്യൂ ആണ്. നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്താണ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ മേളിൽ പിൻ ചെയ്തേക്കാം, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇതും അതേ സെയിം മോഡൽ, സെയിം ലാപ്ടോപ്പ് തന്നെയാണ്. കുറച്ച് സ്പെക് കുറഞ്ഞ മോഡലാണിത്. സോ ഈ പ്രൈസ് ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് കണ്ടത്. ഫ്ലിപ്കാർട്ടിലാണ് 49,990. ആമസോൺ നോക്കുവാണെങ്കിൽ 52,000 53,000 എന്തോ ആണ്. സോ ഇതിന്റെയും 2 ലിങ്ക്സ് ഞാൻ ഇട്ടേക്കാം. എവിടെയായിരിക്കുമോ കുറഞ്ഞ പ്രൈസ് അവിടെ നിന്ന് വാങ്ങാം. നെക്സ്റ്റ് ലാപ്ടോപ്പ് ആണ് Lenovo IdeaPad Gaming 3. 59,990 rupees ആണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. 15.6 ഇഞ്ചിന്റെ
ഫുൾ HD ഡിസ്പ്ലേ ആണ്, ആന്റി ഗ്ലെയർ IPS, 60 Hz റീഫ്രഷ് റേറ്റ് ഉള്ള പാനലാണ്. പ്രോസസർ ഇതിൽ റൈസന്റെ 4000 സീരീസ് ആണ്. സോ 4000 സീരീസിൽ വരുന്ന ഐ തിങ്ക് ചീപ്പസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണിത്. 4600H പ്രോസസർ ആണ്. ഇത് 6 കോഴ്സ് ആൻഡ് 12 ത്രെഡ്സ് ഉള്ള നല്ല മീഡിയം ലെവൽ പ്രോസസർ ആണ്. ആൻഡ് റൈസൻ 4000 സീരീസ് ആയതുകൊണ്ട് തന്നെ മച്ച് ബെറ്റർ ആണ്. 8GB റാം ആണ് ഇതിലുള്ളത്. പക്ഷേ റാം 3200 MHz ഹൈ സ്പീഡ് റാം ആണ്. 16GB വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 256GB SSDയും 1TB നോർമൽ ഹാർഡ് ഡ്രൈവ് കോംബോ ആണ് ഇതിലുള്ളത്. ഗ്രാഫിക്സ് കാർഡ് സെയിം NVIDIA 4GB GTX 1650 ആണ് ഇതിലും. ബാക്കി പോർട്സ് ആൻഡ് ഓപ്ഷൻസും കണക്ടിവിറ്റിയും സൈസും ബാറ്ററി ലൈഫും നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. 6 to 7 hours ബാറ്ററി ലൈഫ് ആണ് നോർമൽ യൂസിൽ പറയുന്നത്. റാപ്പിഡ് ഫാസ്റ്റ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നതാണ് Lenovo Gaming 3. സോ നേരത്തെ പറഞ്ഞ പോലെ റൈസൻ 4000 സീരീസിൽ വരുന്ന ഒരു നല്ല ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണിത്. 4600H ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റിക്ക് യൂസ് ചെയ്യാം, ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ഹെവി ആയിട്ടുള്ള യൂസിന് വേണ്ടി ഈസി ആയിട്ട് യൂസ് ചെയ്യാം, ഗെയിമിംഗ് സ്ട്രീമിംഗ് വേണം യൂസ് ചെയ്യാം. കാരണം 6 കോഴ്സും 12 ത്രെഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗിന് വേണ്ടി ഒരു ബഡ്ജറ്റ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഇതിന്റെ 60 Hz മോഡലാണിത്. 144 Hz മേ ബി ഉണ്ടെങ്കിൽ അത് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ലാപ്ടോപ്പ് 71,990 റേഞ്ചിൽ വരുന്നതാണ് MSI GF65 തിൻ മോഡൽ. സോ ഇത് ഗ്രാഫിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കൂടുതൽ സ്പെക് ഉള്ള ഒരു ലാപ്ടോപ്പ് ആണ്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ വരുന്നത് 6GB 1660 Ti മോഡലാണ്. സോ കുറച്ച് ഹെവി ഗെയിമിംഗ് ആൻഡ് ഹെവി റെൻഡറിംഗ് ഇതുപോലത്തെ സംഭവങ്ങൾക്ക് വേണ്ടി ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ബഡ്ജറ്റ് എൻട്രി വേരിയന്റ് ആയിരിക്കും. 10.6 ഇഞ്ചിന്റെ ആണ് ഡിസ്പ്ലേ വരുന്നത്. ഫുൾ HD ആണ്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ് ഇതിലുള്ളത്. ഇന്റൽ i5 9300H പ്രോസസർ ആണ്. ക്വാഡ് കോർ പ്രോസസർ. 4.1 GHz വരെ ബൂസ്റ്റ് കിട്ടുന്നതാണ്. 16GB റാം ആണ് വരുന്നത്. 2666 MHz സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ 512GB SSD ആണ് ഇതിലുള്ളത്. ആൻഡ് ഗ്രാഫിക്സ് കാർഡ് നേരത്തെ പറഞ്ഞ പോലെ 6GB NVIDIA GeForce GTX 1660 Ti ആണ്. ബാക്ക്ലിറ്റ് കീബോർഡ് ആണ് വരുന്നത്. പക്ഷേ റെഡ് കളർ LED മാത്രമേ ഉള്ളൂ. ഈ സ്പെക്സും ഈ പ്രൈസ് അതായത് GTX 1660 Ti ഗ്രാഫിക്സ് കാർഡ് ഉള്ള ഒരു ലാപ്ടോപ്പ് ആണ് 70,000 റേഞ്ചിൽ വരുന്നത്. സോ ഈവൻ ദോ 9th ജനറേഷൻ ആണെങ്കിലും പ്രോസസർ അത്ര വലിയ മോശമുള്ള പ്രോസസർ ഒന്നുമല്ല. ക്വാഡ് കോർ പ്രോസസർ ആണ്. i5 ആണ്. ബട്ട് ഗ്രാഫിക്സ് ആൻഡ് മെമ്മറി പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹെവി ആണ്. കാരണം 16GB റാമും 6GB 1660 Ti ആണ് വരുന്നത്. ആൻഡ് ഓൾസോ സപ്പോർട്ടഡ് ബൈ ഡിസ്പ്ലേ വരുന്നത് 144 Hz ആണ്. സോ ഇതെല്ലാം ഒരു 70,000 റേഞ്ച് എന്ന് പറയുമ്പോൾ MSIയുടെ GF65 തിൻ ഒരു നല്ല ഓപ്ഷൻ ആണ്. ഇതിന്റെ സിമിലർ വേറൊരു മോഡലും കൂടെ അവൈലബിൾ ആണ്. ഇത് കുറച്ചുകൂടെ ഹെവി യൂസ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. 10,000 rupees എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ 81,000 rupeesന് 6 കോർ ഇന്റലിന്റെ 6 കോർ പ്രോസസർ ആണ് 9750H പ്രോസസർ ഉള്ളത്. സോ ഇത് രണ്ടിന്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ യൂസും ബഡ്ജറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടി ഫ്ലാഷി ആയിട്ടുള്ള RGB ഒക്കെ ഉള്ളത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ASUSന്റെ ROG സീരീസ് നോക്കാം. സോ ഇതിൽ ഞാൻ പറയുന്നത് ASUS ROG Strix G15 ലാപ്ടോപ്പ് ആണ്. 10th ജനറേഷൻ i5 ബേസ്ഡ് ഒരു ലാപ്ടോപ്പ് ആണ്. 8GB റാം ആണ് വരുന്നത്. 512GB SSD ആണുള്ളത്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ വരുന്നത് 4GB GTX 1650 Ti മോഡലാണ്. കുറച്ചുകൂടെ 1650 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ മോഡലാണ്. ASUS ROG സീരീസ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഡിസ്പ്ലേ ആണ് ASUSന്റെ ROG സീരീസിൽ വരുന്നത്. പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ 69,900 rupees ആണ്. ഒരു 69,000 റേഞ്ചിൽ നല്ലൊരു ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പ്രൊഡക്ടിവിറ്റിക്ക് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ASUSന്റെ ROG സീരീസ്. സിമിലർലി ബഡ്ജറ്റ് കുറഞ്ഞ വേറെ ഗെയിമിംഗ് ഫീൽ ഇല്ലാത്ത ലാപ്ടോപ്പ് നോക്കുവാണെങ്കിൽ Acer Aspire 7 നോക്കാം. പക്ഷേ Acer Aspire 7ന്റെ റിവ്യൂസ് നോക്കുമ്പോൾ നേരത്തെ അവീറ്റ ലാപ്ടോപ്സ് പറഞ്ഞ അതേ സെയിം കാര്യമാണ്. ബിൽഡ് ക്വാളിറ്റി കുറച്ച് ആവറേജ് ചീപ്പ് ആണ്. പക്ഷേ സ്പെക്സ് വൈസ് നോക്കുമ്പോൾ 65,000 rupees ആ റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സിന്റെ സെയിം സ്പെക്സ് ആണ് നിങ്ങൾക്ക് 54,000 അല്ലെങ്കിൽ 52,000 റേഞ്ചിന് കിട്ടുന്നത് Acer Aspire 7ൽ. അത്യാവശ്യം ആവറേജ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സ്പെക്സ് കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കും Acer Aspire 7. സോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻലി ഒരു സ്റ്റാർട്ടിംഗ് 25,000 റേഞ്ചിൽ നിന്ന് ഒരു 80,000 ആ ഒരു റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സിന്റെ റെക്കമെൻഡേഷൻസ്. സോ 80,000ൽ നിർത്തിയത് മോസ്റ്റ്ലി എനിക്ക് റെക്കമെൻഡേഷൻസ് ചോദിച്ചു വരുന്ന എല്ലാം ഈ ഒരു റേഞ്ച് ആണ്. മാക്സിമം 80,000 മേലോട്ട് അധികം ആരും ചോദിച്ചിട്ടില്ല. സോ ഇൻ കേസ് നിങ്ങൾക്ക് 80,000 rupeesന് മേലെയുള്ള ഗെയിമിംഗ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഹെവി ലാപ്ടോപ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഞാൻ സെപ്പറേറ്റ് ഒരു വേറെ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ 25,000 റേഞ്ച് സ്റ്റാർട്ട് ചെയ്തുള്ള ബേസിക് ലാപ്ടോപ്സ് മുതൽ 80,000 റേഞ്ച് വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സ് വരെയാണ് റെക്കമെൻഡേഷൻസ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.